ഗുരുവായൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ മറിച്ച് വഴിയോര കച്ചവടം തകൃതി. യാത്രക്കാർ ദുരിതത്തിൽ. പഴയ BSNL ഓഫീസിന് സമീപമുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ചാണ് തെരുവോര കച്ചവടം പൊടിപൊടിക്കുന്നത്. നേരത്തെ തട്ടുകട മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ബസ്സുകളും വാഹനങ്ങളും വരുന്നത് കാണാത്ത രീതിയിൽ വലിയ പന്തൽ കെട്ടി മറച്ചാണ് കച്ചവടം നടത്തുന്നത്. നേരത്തെ യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ഇടപെട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കച്ചവടം ചെയ്യണമെന്ന് താക്കീത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് കുറച്ചുനാൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരുന്നു കച്ചവടം. എന്നാൽ വീണ്ടും പഴയതിനേക്കാളും കൂടുതൽ മറ ഒരുക്കിയാണ് കച്ചവടം നടത്തുന്നത്. ഇതുമൂലം യാത്രക്കാർ ബസ് വരുന്നത് കാണാൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട സ്ഥിതിയാണ്. നിരവധി അപകടമരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണിത്. തിരക്കേറിയ ജംഗ്ഷനിലെ തെരുവോര കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്ന് നാട്ടുകാരനായ AK തിലകൻ ആവശ്യപ്പെട്ടു. നമ്മളെ ഈ കാരക്കാട് എടപ്പള്ളി റോഡിന്റെ അവിടെ ജംഗ്ഷനില് ബസ് പാർക്ക് പണിതിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പണിതിട്ടുള്ളതാണത്. പബ്ലിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളത് പണിതത്. രണ്ടാമത് ഇവിടെ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ ഇവിടെ ഇരിക്കണ പാസഞ്ചേഴ്സിന് കാണാനില്ല. അവര് റോഡിൽ ഇറങ്ങി നിന്നിട്ട് വേണം ബസ് ഏതാണ് റൂട്ട്, ഏതാണ് അതിലേക്ക് ഏത് റൂട്ടിലേക്ക് പോകണമെന്ന് നോക്കണമെങ്കിൽ. അപ്പഴത്തേക്കും ബസ് പാസ്സായി. അപ്പൊ അത് ഒന്ന് ഈ ഫുട്പാത്ത് കച്ചവടങ്ങളൊന്ന് കുറച്ച് ഇറക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാറ്റി നിർത്തിയിട്ടോ ഒരു കച്ചവടം ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഒരു നടപടി ഉണ്ടാവണം. അതാണ് നമുക്ക് പറയാനുള്ളത്. യാത്രക്കാരുടെ ദുരിതത്തിന് അറുതി കാണാൻ നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നഗരസഭയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചിലവിട്ട് നിർമ്മിച്ച നടപ്പാതയും ഇത്തരത്തിൽ തെരുവോരക്കാർ കയ്യേറിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടും നഗരസഭ കണ്ണടയ്ക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ.